ഒരുങ്ങാണ്, നിങ്ങൾ ഏറ്റവും തീക്ഷ്ണമായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ ഇതിലെ നടന്നപ്പോൾ ആ ഒരു വലിയ ശക്തി നിങ്ങളിലേക്ക്, നിങ്ങളതിന് തമാശ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് 7 വർഷം മുൻപ് പള്ളിയിൽ വെച്ച് പറഞ്ഞ ഒരു ശുശ്രൂഷയാണ്. എവിടെ ചെന്നാലും മാതാവിനെ കൊണ്ട് നടക്കണം, മാതാവിൻ്റെ ഒരു പ്രദക്ഷിണം വെക്കണം. ആ ഒരു പ്രദക്ഷിണമാണ് സിസ്റ്റർ ചെയ്തത്. ആദ്യം അച്ഛന്മാരാണെങ്കിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം അവർക്ക് ചെയ്യാം. അതേസമയം സിസ്റ്ററിന് അതിനുള്ള അധികാരമില്ല. സിസ്റ്ററിന് അധികാരമുള്ളത് പരിശുദ്ധ അമ്മയുടെ പ്രദക്ഷിണവും രണ്ടാമതായിട്ട് പറഞ്ഞു തന്നതാണ്. അത്ഭുതകരമായിട്ട് സിസ്റ്റർ കിട്ടിയ കുരിശാണിത്. ഈ കുരിശ് പിടിച്ചുകൊണ്ട് മക്കളുടെ ഇടയിലൂടെ എവിടെ എന്ത് കൺവെൻഷൻ നടക്കുമ്പോഴും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ആരംഭിക്കണം. പല മക്കളും പ്രാർത്ഥന, നല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം, എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറണം, എനിക്കൊരു വീട് കിട്ടണം, എനിക്കൊരു ഉണ്ണി ഉണ്ടാകണം, അങ്ങനെ ഒരുപാട് ഈ കുരിശ് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് മക്കൾ പ്രാർത്ഥിച്ചു. സിസ്റ്റർ തൊട്ടുനോക്കാൻ ഇപ്പോൾ സമയമില്ലാത്തൊന്നും ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം കുരിശാണ് നമ്മുടെ ശക്തി. ഈ കുരിശ് നാട്ടാൻ പോലും വിദേശ രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യ കേരളത്തിന് പുറത്ത് സമ്മതിക്കാതെ അവർ സരസ്വതി ദേവിയിലൊക്കെ വെക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മക്കളായ, തൃശ്ശൂരിൻ്റെ മക്കളായ നമുക്ക് കുരിശ് കഴുത്തിലിടാം, കൊന്ത കഴുത്തിലിടാം, നമുക്ക് വെന്തിക കഴുത്തിലിടാം, കുരിശ് സിസ്റ്റിന് ഉയർത്തിപ്പിടിക്കാം, ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കുരിശിൻ്റെ പ്രദക്ഷിണം വയ്ക്കാണ്. എല്ലാ കുഞ്ഞു മക്കളെയാണ് കർത്താവ് ഏറ്റവും അധികം അനുഗ്രഹിക്കുക. എല്ലാ കുഞ്ഞുമക്കളും കൈകൾ കൂപ്പണം. 2 കൈയുള്ളവരെല്ലാം കൈ കൂപ്പണം. അത് വലിയൊരു പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ഒരു സിസ്റ്റർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കള്ളന്മാരി തട്ടിയിട്ടിട്ട് വലത് കരവും ഇടത് കാലും അരഞ്ഞുപോയി. ആ സിസ്റ്ററിന് ഇന്ന് കൈ കൊള്ളാൻ സാധിക്കില്ല, തുള്ളിച്ചാടി സ്തുതിക്കാൻ സാധിക്കില്ല, 2 കൈ ഉയർത്തി സ്തുതിക്കാൻ സാധിക്കില്ല. ഇവിടെ നിൽക്കുന്ന ഈ 49 കുട്ടികൾക്കും 2 കൈകൾ ഈശോ തന്നിട്ടുണ്ട്. അതുകൊണ്ട് 2 കൈകളും കൂപ്പിപ്പിടിക്കാം. ഞങ്ങൾ പ്രേക്ഷിതരിപ്പ് ചെല്ലുന്ന പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങൾക്ക് ഈ കുരിയച്ചിറ പള്ളിയിലെ എന്നും വളരെ കഷ്ടതകളിലൂടെ നീങ്ങുമ്പോൾ ഇവിടുത്തെ കുരിയച്ചിറ പള്ളിയിലെ വടക്കൂട്ടച്ഛൻ സിസ്റ്റിന് തൊടുപാടം ചേലക്കര വെച്ച് പരിചയമുണ്ട്. ആ അച്ഛൻ ഞങ്ങൾക്ക് അഭയം തന്നിട്ടുണ്ട്. അനാഥരെ പോലെയുള്ള നടക്കുമ്പോൾ, സ്ഥലമില്ലാതെ നടക്കുമ്പോൾ, മാതാവിനെ ഇരിക്കാൻ ഒരു സ്ഥലമില്ലാതെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയം തന്ന പള്ളിയാണ് കുരിയച്ചിറ പള്ളി. അതുകൊണ്ട് തന്നെ ഈ മാതാധ്യാപകരെല്ലാം സിസ്റ്റിനോട് ഈ ഒരു ശുശ്രൂഷ ഇവിടെ ചെയ്യാൻ പറയുമ്പോൾ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ് ചെയ്യാം. എല്ലാ മക്കളും കൈകൾ പോകുന്നു, എല്ലാ മക്കളും കൈകൾ പോകുന്നു. അവനെ നോക്കിയവർ പ്രകാശിതരായി, അവർക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു. സങ്കീർത്തനങ്ങൾ 34:5 പ്രദക്ഷിണമാകുന്നു. എല്ലാ മക്കളും കുരിശ് കയ്യെ ഊപ്പിപ്പിടിക്കുന്നു. ഇതാ കർത്താവിന്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോയി, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഇതാ കർത്താവിന്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. ഇതാ കർത്താവിന്റെ കുരിശ്, നരകശക്തികളെ ഓടിപ്പോകുവിൻ, കരയാതിരിക്കൂ. യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. വെളിപാട് 5:5. Praise the Lord. Hallelujah. മലയാളം എഴുതി ജയ വിളിക്കുമ്പോൾ ജയ യേശു, ജയ യേശു. തൊണ്ട സൗണ്ടില്ല, പെൺകുട്ടികളുടെ ഒട്ടുമില്ല, ആൺകുട്ടികളെ അഭിനന്ദിക്കുന്നു. കുറച്ചുകൂടി സൗണ്ട് ഉണ്ടായി. ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ജയ വിളിച്ച് കൊണ്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നമ്മുടെ യേശുവിനെയാണ് ജയ വിളിക്കേണ്ടത്. ജയ യേശു, മേഘാലയ, ഹിമാചൽ പ്രദേശ് അപ്പുറം കേൾക്കണം, ജമ്മു കാശ്മീർ അപ്പുറം കേൾക്കണം, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കേൾക്കണം. ജയ യേശു, ഭയങ്കര സന്തോഷം. ഇന്ന് സിസ്റ്റർ ഇവിടെ കൺവെൻഷൻ നടത്തിയില്ലെങ്കിലും ഈ കൊച്ചു മക്കളെ കാണാൻ പ്രാർത്ഥിക്കാൻ സാധിച്ചു. ഞാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഈ ടീച്ചർമാർ അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു
മിസ്സിന്റെ പ്രേക്ഷിതരെ 7 മണിയാകുമ്പോഴേക്കും സഹായിക്കാൻ വന്നിരിക്കുന്നു. പക്ഷെ അവരാരും അല്ല, ടീച്ചർമാരെ എല്ലാ മതാധ്യാപകരെയും ഈ ഒരു ശിക്ഷണം, ഈ ഒരു ട്രെയിനിങ് ആണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉണ്ണീശോ വരുന്നതിന് മുൻപ് എല്ലാ കുഞ്ഞുമക്കളും ഉണ്ണീശോ വരുന്നതിന് മുൻപ് മെയ് 1-ാം തീയതി വരെ സമയമുണ്ട്. യേശുവേ എന്ന വാക്ക് 1000 തവണ നിങ്ങളുടെ പഴയ നോട്ട് ബുക്ക് എടുത്തിട്ട് ഇരുന്നെഴുതാം. ഒരു ഏകാഗ്രത, ഒരു കോൺസെൻട്രേഷൻ, ഒരു ശക്തമായ അഭിഷേക നാമമാണ് യേശുനാമം. യേശുവേ 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 യേശുവേ. ഉണ്ണീശോനെ സ്വീകരിക്കുന്നതിനുമുള്ള ഇവർ പറയുന്ന എല്ലാ ഒരുക്കങ്ങൾക്കും പുറമെ 1000 തവണ നമുക്കൊരു, നിങ്ങൾ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ദിവസം തന്നെ 400 എഴുതാൻ പറ്റും. നാളെ 300 എഴുതി 1-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് 1000-ലെത്താൻ പറ്റും. 64 ഓശാന എന്നുള്ള വാക്ക് 1000 തവണ എഴുതിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ യേശുവേ അങ്ങനെ ഞങ്ങൾ എഴുതും എന്നുള്ളവരെ കൈപ്പൊക്കിയ പഠിക്കണം. 5-6 5-ാം ക്ലാസ്സിലെ നോട്ട് ബുക്കുകൾ പഴയത് കുറേ ഇരിക്കുന്നുണ്ടാവും. അതെല്ലാം എടുത്തിട്ട് എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ യേശുവേ 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 യേശുവേ. അമ്മയെപ്പോഴും സിസ്റ്ററിനോട് പറയണം. കുട്ടികൾ ടീച്ചർമാർ പറഞ്ഞിട്ടല്ല, പക്ഷെ കുട്ടികൾ ഏത് നേരം ഒരു മുറിയിൽ കടന്നിരുന്ന് എഴുതുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് അവർ സിസ്റ്ററിനോട് പറയണം. നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളോട് ചോദിക്കും. ഇത് വലിയൊരു ഒരുക്കാണ്. അറിഞ്ഞത് യേശുവേ യേശുവേ. നിങ്ങളുടെ കുടുംബം, ഇടവക, ടീച്ചർമാരെ, ഈ ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.